സോ എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? മറ്റേ റീഫണ്ട് ചെയ്യുന്ന ടാക്സ് സോ എന്താ അവിടെ പറയണേ? ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഇൻവോയ്സ് വാല്യൂ 100 രൂപയാണ്, അതിൽ ടാക്സ് 18 രൂപയും 118 രൂപയാണ് ഇൻവോയ്സിന്റെ വാല്യൂ എങ്കിൽ 118 രൂപയാണ് ഇയാള് പേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇയാളുടെ സെയിലാണ്, ഇയാളുടെ പർച്ചേസ് ആണ്. ഈ 18 രൂപ ഇയാളുടെ GST അക്കൗണ്ടിൽ വന്ന് കിടക്കും. നമ്മൾ അന്ന് ഇങ്ങനെ വരച്ചു വന്നിട്ടുണ്ടായിരുന്നു, മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സ് അടക്കമുള്ള പേയ്മെന്റ് ആണ് ആ പാർട്ടിക്ക് കൊടുക്കുന്നത്. നമ്മൾ ബിസ്ക്കറ്റ് കടയിൽ പോയി മേടിക്കുമ്പോൾ ടാക്സ് അടക്കമുള്ള തുകയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ആ ടാക്സിന്റെ പോർഷൻ നമ്മളുടെ GST അക്കൗണ്ടിലേക്ക് ആര് ക്രെഡിറ്റ് ചെയ്യും? നമ്മളുടെ ഗവൺമെന്റ് ക്രെഡിറ്റ് ചെയ്ത് തരും. ആ ക്രെഡിറ്റ് ചെയ്ത് തരുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? പറയണോ? ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നിങ്ങൾ ഒരു ഷോപ്പിൽ പോകുന്നു, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു റീറ്റെയിലർ ആണെന്ന് വിചാരിക്കുക. ഈ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ മേടിക്കുന്നു, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കുന്നു. ഈ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എന്തിനുള്ളതാണ്? വിൽക്കാനുള്ളതാണ്. കസ്റ്റമർക്കാണെങ്കിൽ ഇൻപുട്ട് കിട്ടില്ല, വിൽക്കാനാണെങ്കിൽ മാത്രമേ ഇൻപുട്ട് കിട്ടുള്ളൂ. സോ ബിസ്ക്കറ്റിന്റെ വില 10 രൂപയും അതിലുള്ള ടാക്സ് 5 രൂപയും ആണെങ്കിൽ 15 രൂപയാണ് ബിസ്ക്കറ്റിന്റെ വില. നമ്മൾ എത്രയാ പേ ചെയ്യുക? ഈ 15 രൂപ നമ്മൾ ഷോപ്പിൽ പേ ചെയ്യുന്നു. ഷോപ്പുകാരൻ അയാളുടെ ഫയലിങ്ങിന് വേണ്ടിയിട്ട് അയാളുടെ CA സമീപിക്കുന്ന സമയത്ത് CA എന്ത് പറയും? CA പറയും 10 രൂപയുടെ സാധനം ഞങ്ങൾ വിറ്റിട്ടുണ്ട്, അതിലെ ടാക്സബിൾ വാല്യൂ ടാക്സ് 5 രൂപ, അങ്ങനെ മൊത്തം 15 രൂപ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇവര് പറയും. ഓക്കെ, നൗ ഈ 5 രൂപ ഗവൺമെന്റിന് ഇവർ അടയ്ക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഈ അടച്ച 5 രൂപ ഗവൺമെന്റ് എന്താ ചെയ്യുക? ഈ പാർട്ടിയുടെ ഇൻപുട്ടായിട്ട് കാണിക്കും. ഓക്കെ, ഈ പാർട്ടി ഈ ബിസ്ക്കറ്റ് വിൽക്കുന്നത് 30 രൂപയ്ക്കാണെങ്കിൽ 30 രൂപയിലെ ടാക്സ് 10 രൂപയാണെങ്കിൽ മൊത്തം 40 രൂപയ്ക്കാണ് ഇത് ആർക്ക് വിൽക്കുന്നത്? കസ്റ്റമർക്ക് വിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ 5 രൂപ നമുക്ക് എന്തായി വന്നിട്ടുണ്ട്? ഇൻപുട്ടായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ 10 രൂപ അടയ്ക്കേണ്ട നിങ്ങൾ ഈ 5 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള 5 രൂപ മാത്രം അടച്ചാൽ മതി എന്നുള്ള കൺസെപ്റ്റ് ആണ് എന്ത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ഇതാണ് എന്ത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് കുറച്ച് റിക്വയർമെന്റ് ഒക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് റീഫണ്ട് ആയിട്ട് വരുള്ളൂ. എന്തൊക്കെയാണ് ആ റിക്വയർമെന്റ്സ്? അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുമ്പായിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്യണം എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പത്തിന് ഞാൻ ബോർഡിൽ അത് വരച്ചിട്ടിടാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, എന്നാ ഗ്രൂപ്പുകൾ ത്രീ 4 1 2 3 4 1 2 3 4 അല്ല 1 2 3 4
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടീഷൻസ് പാലിക്കണം? കണ്ടുപിടിച്ചോ? കുറെ ഉണ്ട് കേട്ടോ. ഒരു 2-3 പോയിന്റ് ഒന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ആയിക്കോട്ടെ.
കണ്ടുപിടിക്കൂ കണ്ടുപിടിക്കൂ. പോയിന്റ് കണ്ടുപിടിക്കുക, അത് പറഞ്ഞോണ്ടിരിക്കാതെ. സോണ ആദ്യം തിരുവോണം വരെ എത്തണ്ടേ? എന്താ ഇത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല, വെറുതെ
കിട്ടിയോ? എന്നാ ആ ടീം പ്രസന്റ് ചെയ്യാം. അപ്പൊ നിങ്ങളെന്താ, നിങ്ങൾക്ക് എന്താ പരിപാടി? ഞാൻ പറയുന്ന ആള് പ്രസന്റ് ചെയ്യും. വേണ്ട, അവിടെ ചെണ്ടം പിന്നെ വിട്ടാ. ആ ആവർഷ അനസേ എന്താ പ്രശ്നം ഉണ്ടോ? എടാ അനസ് കിട്ടുവോ? അവിടെ ഇരുന്നോ, അവിടെ ഈസി കിട്ടൂല. ഏതിക്ക്? ആ
കിട്ടിയോ? എന്താ? ഓക്കെ, ഫസ്റ്റ് ടീം വരാം. ഇതാണ് ഫസ്റ്റ്. വരാ വരാ. വരൂ വരൂ വരൂ. ടീം 1. നിങ്ങൾക്ക് ചോദിക്കാം. പറയൂ, എന്താ ചോദ്യം? ഏതൊക്കെയാണ് ഫയലുകൾ? ഉറപ്പിച്ചോ?
കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ആയിട്ട് ഇൻവോയ്സ് ഡീറ്റെയിൽസ് മാച്ച് ചെയ്തിരിക്കണം. ഇൻവോയ്സിലൊന്നും ഇതിൽ വേറൊന്നും പാടില്ല. എന്ന് വെച്ചാ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടാവില്ല, ബില്ലും ഉണ്ടാവില്ല. ആ ബില്ലുള്ള സാധനം തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടാവാം. അപ്പൊ അതാണ് അത് ഇതിന്റെ റിക്വയർമെന്റ് ആണ്. ബില്ലും ആണല്ലോ. പിന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ബിസിനസ് പർപ്പസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ക്യാപിറ്റൽ ഗുഡ്സ്? ഓക്കെ, ബിസിനസ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബിസിനസ് പർപ്പസിന് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ സപ്ലൈക്കുള്ള പേയ്മെന്റ് 180 ഡേയ്സിനുള്ളിൽ കൊടുത്തിട്ടില്ല ആര് റിവേഴ്സ് ചെയ്യും? അതായത് 180 ഡേയ്സിനുള്ളിൽ സപ്ലൈക്ക് പൈസ കൊടുക്കണം. ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കിട്ടാൻ ഐറ്റീസ് ഉണ്ട്, അത് കിട്ടൂല. അപ്പൊ 180 ഡേയ്സിന്റെ ഉള്ളില് കിട്ടൂലേ? അല്ല, 180 ഡേയ്സിന്റെ ഉള്ളിലാണ് സപ്ലൈക്ക് പൈസ കൊടുക്കേണ്ടത്. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ ഐറ്റീസ് നമുക്ക് എലിജിബിൾ ആവില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഐറ്റീസിക്ക് നമ്മൾ എലിജിബിൾ ആവില്ല. ഈശ്വര ദേവീന്ദ്രൻ പറയും. എങ്ങനെയൊക്കെയാ അതൊക്കെ? ശരി, പ്രൊഡക്ഷൻ കിട്ടൂലേ? കിട്ടൂല. ഓക്കെ, പോയിരുന്നു. സെക്കൻഡ് ടീം വരിക. സോണ അവതരിപ്പിക്കും. ഇത്ര എന്നറിയുന്നവരോ സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറയാമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ 5 ചാപ്റ്റർ എടുക്കാം. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് കുഴപ്പമില്ല, ഒരാൾ 2 എടുത്താൽ മതി. Recipient of goods or services, filing of return. The buyer must pay towards the supplied goods or services within whatever raised from the invoice date. Auto-populated details in the GST return. മനസ്സിലായില്ല? ഫാബർ എക്സ്പ്ലെയിൻ. കമോൺ, പറയാ. ആ നോട്ട് കൊടുത്ത്, ആ നോട്ട് ഉണ്ടല്ലോ എന്നാ പ്രശ്നം. ഈ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് റെസിപ്പിയന്റിന്റെ അടുത്ത് ഈ ഗുഡ്സ് ഓർ സർവീസ് റിസീവ് ചെയ്തതിന്റെ എന്താ പറയാ? എന്താ ഇൻവോയ്സ്? pertains to the previous month. Nanas പറയും.
Receipt of goods or services. Supplies compliance with the GST regulations. അതിന്റെ ഫൈൻ അനുസരിച്ച് ചാപ്റ്റർ എടുക്കുന്നത് മനസ്സിലാക്കി തരണ്ടേ ഡീറ്റെയിൽസ് GST റിട്ടേൺ GSTR QL ഒരു ഫോം പിന്നെ ഫയലിംഗ് ഓഫ് റിട്ടേൺ ബാക്കി സോറി പറയാനായിരിക്കും ചോറിട്ട് തല കണ്ടു എന്താണ്? ഇല്ലല്ലോ ഞാൻ ഇതൊക്കെ എന്താണിത്? മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ അവിടെ ഇരിക്കണ്. പറഞ്ഞു കൊടുക്കും. ആ അത് ഞാൻ കേട്ടില്ല, പറയാം. അതായത് ഇൻവോയ്സ് കിട്ടിയ ഡേറ്റ് ആ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 150 ദിവസത്തിനുള്ളിൽ തന്നെ ബയ്യർ വേണം സപ്ലൈയും. അല്ലാതെ സെല്ലർ കാശ് കൊടുക്കൂ. ഓക്കെ ശരി. വേറെ അത്രേ ഉള്ളൂ. കാര്യപ്പെട്ട പോയിന്റുകളൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ ഫാബർ ഷോ ഒന്ന് കൺക്ലൂഡ് ചെയ്യൂ. എന്നാ പിന്നെ ഒരു ചാപ്റ്റർ നാളെ ഫാബർ ഷോ എടുക്കും. ഏതെങ്കിലും ഒന്നല്ല. പ്രധാനപ്പെട്ട കണ്ടീഷൻസ് അതന്നെ ഡോക്യുമെന്ററീസ് എവിഡൻസ് വേണം, റെസിപ്റ്റ് വേണം, പിന്നെ എന്താണ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. ഇതൊക്കെ മെയിൻ എന്താണ് കണ്ടീഷൻസ് ആണ്. ഇൻപുട്ട് ടാക്സ് നമ്മള് ഇമ്പോർട്ട് ചെയ്താൽ നമുക്ക് ITC കിട്ടും. ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താലോ ITC കിട്ടും. എന്താ ഇതിനർത്ഥം? എന്താ എനിക്ക് മനസ്സിലായില്ല. കിട്ടില്ല, കാരണം അത് പർച്ചേസ് അല്ലേ. എക്സ്പോർട്ട് ചെയ്താൽ കിട്ടുമോ? എക്സ്പോർട്ട് നമ്മുടെ സെയിലല്ലേ, അപ്പൊ പിന്നെ ITC കിട്ടുക. പോയിരിക്കും. മൂന്നാമത്തെ ടീം കമോൺ.
ഷബാബ് പ്രസന്റ് ചെയ്യും. പറയാ തുടങ്ങട്ടെ. എന്ത് ഡോക്യുമെന്റാ ഫസ്റ്റ്? എന്താണ് ഡെബിറ്റ് നോട്ട്? ഞാനിപ്പോഴാണ് അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത്. കടായിട്ട് വാങ്ങണാണോ ഡെബിറ്റ് നോട്ട്? ഞാൻ വീട്ടിക്ക് സാധനം വാങ്ങിയാൽ എനിക്ക് ഇൻപുട്ട് കിട്ടും. അതായത് എനിക്ക് ബിസിനസ് ഉണ്ട്, GST രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷെ ഞാൻ വീട്ടിക്ക് സാധനം വാങ്ങി എനിക്ക് ഇൻപുട്ട് കിട്ടും. എന്തുകൊണ്ടില്ല? ബിസിനസ് പർപ്പസിന് മാത്രമേ നമുക്ക് ഇൻപുട്ട് കിട്ടുള്ളൂ. സോ എന്റെ കമ്പനിക്ക് എനിക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒരു വണ്ടി വാങ്ങി, എനിക്ക് ഇൻപുട്ട് കിട്ടും. കമ്പനിയുടെ MD ആയ എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പനിയുടെ പേരിൽ വണ്ടി വാങ്ങി, എനിക്ക് ഇൻപുട്ട് കിട്ടും. കമ്പനിയുടെ MD-നെ കൊണ്ടുവരാനാണ്. കമ്പനിയുടെ MD ആയ എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാന് കമ്പനിയുടെ പേരിൽ ഒരു വണ്ടി വാങ്ങി, ഒരു ബെൻസ് വാങ്ങി, എനിക്ക് ഇൻപുട്ട് കിട്ടും. എന്തുകൊണ്ട്? എങ്ങനെ കിട്ടും? ഒപ്പിന്റെ അൽഫിയോ സപ്ലൈയുടെ GSTR 1 ഫോമിലും പിന്നെ റെസിപ്പിയന്റ് 1 ഫോമിൽ അത് രജിസ്റ്റർ ചെയ്യണം. അത് റെസിപ്പിയന്റ് GSTR ഫോമിലായിരിക്കും വരിക. പിന്നെ GSTR റിട്ടേൺ GSTR 3 ഫോമിൽ ഫയൽ ചെയ്യണം. പിന്നെ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ് രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാൾമെന്റ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്ന ഓക്കെ. അപ്പൊ ഞാനൊരു ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങുന്ന ഡേറ്റിനൊന്നും എനിക്ക് ഇൻപുട്ട് കിട്ടില്ല. ഇൻസ്റ്റാൾമെന്റ് ഞാൻ കുടിശ്ശിക മൊത്തം കൊടുത്ത് തീർത്താൽ മാത്രമാണോ എനിക്ക് ITC കിട്ടുക? ഓക്കെ, വന്നിരുന്നോളൂ. എന്താ ടീം 4 ഓക്കെ. മുബാരിസ് പറ. സപ്ലയർ ആണോ ടാക്സ് കൊടുക്കുക, റെസിപ്പിയന്റ് ആണോ ടാക്സ് കൊടുക്കുക? ഈ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോ ഇയാണോ ടാക്സ് കൊടുക്കുക അതോ കടക്കാരനാണോ ടാക്സ് കൊടുക്കുക?
ആ ഓക്കെ ആയിക്കോട്ടെ. സപ്ലയർ രജിസ്റ്റർ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? അപ്പൊ സപ്ലയർ രജിസ്റ്റേർഡ് ആവണോ? സപ്ലയർ രജിസ്റ്റർ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? അതെന്തുകൊണ്ട്? അതെന്താ കൊടുത്താ? GST ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ സപ്ലൈ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എന്ത് സപ്ലൈ ആണ്? GST ഇല്ലാത്ത ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നും നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്ത് തരം സപ്ലൈ ആണ്? അതായത് ഒരു പ്രൊഡക്റ്റും നമുക്ക് അങ്ങനെ സപ്ലയർ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് കിട്ടൂലേ? എന്തായാലും രജിസ്റ്റേർഡ് ആണോ? ഒന്നും പോയിരിക്കൂ. ഇൻപുട്ട് കിട്ടണമെങ്കിൽ സപ്ലയർ രജിസ്റ്റേർഡ് ആവണോ? ഇൻപുട്ട് കിട്ടണമെങ്കിൽ സപ്ലയർ രജിസ്റ്റർ ആവണം. ഓക്കെ, ആവണം. ഓക്കെ, യെസ്. നൗ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ അത് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആവും. ഏത് വിധത്തില്? ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്നും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ, ഗുഡ്സ് മേടിക്കുകയാണെങ്കിൽ, ചില കാര്യങ്ങളിൽ, ചില ഗുഡ്സിന്റെ കേസിൽ അത് RCM ആവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഏതൊക്കെയാണ് കേക്കട്ടെ? ഏതൊക്കെയാണത് കേക്കട്ടെ? ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സന്റെ കയ്യിൽ നിന്നും ചില ഗുഡ്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ റെസിപ്പിയന്റ് ടാക്സ് പേ ചെയ്യണം എന്ന് പറയുന്ന ഒരു 5 or 6 ഗുഡ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? കാഷ്യൂനട്ട്, BD ലീവ്സ്, ടൊബാക്കോ, അല്ലേ? എന്താണ്? CBT പൾസറോ? അല്ലെ? CBT പൾസർ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന്, അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുമ്പോൾ അതെന്തായി മാറുന്നുള്ളത് ഓർമ്മയുണ്ടോ? ഓക്കെ, സോ നമ്മൾ ITCയിലോട്ട് വരാം. ITC എന്താ പറയണത്? ITC കിട്ടണം, ഇൻപുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആയിരിക്കണം. ഓക്കെ. 2, രജിസ്റ്റേർഡ് ആയാൽ മാത്രം പോരാ, ആ വ്യക്തി ഒരു കോമ്പോസിഷൻ ഡീലർ ആവാൻ പാടില്ല. എന്താ കോമ്പോസിഷൻ ഡീലർ? ഒരു വർഷത്തിൽ 1.5 കോടിയുടെ താഴെ മാത്രം ടേൺ ഓവർ ജനറേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു GST എടുക്കാം, കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ഡീലറും ആവാൻ പാടില്ല, അയാൾ രജിസ്റ്റേർഡും ആവണം. അപ്പൊ നോർമൽ GST എടുക്കുന്നവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? നോർമൽ GST എടുത്തവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ITC കിട്ടുള്ളൂ. കോമ്പോസിഷൻ GST എടുത്തവർക്ക് ITC കിട്ടില്ല, രജിസ്റ്റർ ചെയ്യാത്തവർക്കും ITC കിട്ടില്ല, അല്ലെങ്കിൽ ഇൻപുട്ട് കിട്ടില്ല. 2, ഇത് ബിസിനസിന് വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, നിങ്ങള് ബിസിനസ് നടത്തുന്നു, പക്ഷേ നിങ്ങൾ ഓഫീസിൽ ഇരിക്കുമ്പോ ഉച്ചക്ക് വിശക്കുമ്പോ ബിസ്ക്കറ്റ് വാങ്ങിയാൽ അതിന് ഇൻപുട്ട് കിട്ടില്ല. അത് നിങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇൻപുട്ട് കിട്ടുള്ളൂ. ക്ലിയർ? 3, അവിടെ ഒരു ടാക്സ് ഇൻവോയ്സോ ഡെബിറ്റ് നോട്ടോ നമ്മളുടെ കയ്യിൽ വേണം. നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് കാര്യമല്ല, പർച്ചേസ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മളുടെ കൈവശം വേണം. അപ്പൊ ഏതൊക്കെയാ ഡോക്യുമെന്റ്? എയ്തർ അവിടെ ഒരു ഇൻവോയ്സ് വേണം, അല്ലെങ്കിൽ അവിടെ ഒരു ഡെബിറ്റ് നോട്ട് വേണം.
ക്ലിയർ? നെക്സ്റ്റ് GSTR, നമ്മളുടെ GSTR 2Bയില് ഈ പർച്ചേസുകൾ വന്നിരിക്കണം. എങ്ങനെയാ വരിക? സപ്ലയർ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ റെസിപ്പിയന്റിന്റെ GSTR 2Bയില് അത് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻപുട്ട് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ്, പർച്ചേസ് ചെയ്താൽ മാത്രം പോരാ, 180 ദിവസത്തിന്റെ ഉള്ളിൽ സകല പേയ്മെന്റും നമ്മൾ സപ്ലയർക്ക് പേയും ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? എന്തൊക്കെയാ കണ്ടീഷൻ? ഒന്ന്, രജിസ്റ്റേർഡ് ചെയ്തിരിക്കണം, കോമ്പോസിഷൻ ഡീലർ ആയിരിക്കരുത്, ബിസിനസിന് വേണ്ടി ഉപയോഗിക്കണം, ഇൻവോയ്സോ ഡെബിറ്റ് നോട്ടോ കൈവശം വേണം, GSTR 2Bയിൽ ഈ പർച്ചേസ് വന്നിരിക്കണം, ഇൻവോയ്സ് കൊടുത്ത് 180 ദിവസത്തിന്റെ ഉള്ളിൽ പേയ്മെന്റ് സെറ്റിൽ ചെയ്യും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ITC ലഭ്യമാവുള്ളൂ. ക്ലിയർ ആണോ? നൗ എക്സംപ്റ്റഡ് ഗുഡ്സിന് ITC ഇല്ല, അത് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് എക്സംപ്റ്റഡ് ഗുഡ്സ് നിങ്ങൾ സെല് ചെയ്യുമ്പോൾ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ടോ? ടാക്സ് അടച്ച ഒരു ടാക്സ് മാത്രമല്ലേ റെസിപ്പിയന്റിന് കിട്ടുള്ളൂ. സോ ഇമ്പോർട്ടന്റ് അല്ല. നൗ ITC ടാക്സ് കമ്പോണന്റിന് കിട്ടില്ല. എന്താണ് അങ്ങനെ ഉദ്ദേശിച്ച? ITC ടാക്സ് കമ്പോണന്റിന്റെ പുറത്ത് കിട്ടില്ല. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ വില 100 രൂപയാണ്. ചിലപ്പോൾ നമ്മുടെ ലോക്കൽ ടാക്സ് ഒക്കെ ഉണ്ടാവും, എന്റർടൈൻമെന്റ് ടാക്സ് ഒക്കെ 5 രൂപ. 105 രൂപയുടെ പുറത്തായിരിക്കും പിന്നെ GST 18 ഇടുന്നത്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 100 രൂപയുടെ പുറത്തുള്ള GST മാത്രമേ നമുക്ക് ഇൻപുട്ട് കിട്ടുള്ളൂ. ടാക്സിന്റെ പുറത്ത് GST ഇട്ടാൽ അതിന് നമുക്ക് ഇൻപുട്ട് കിട്ടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ 100 രൂപയാണ് ആ പ്രൊഡക്റ്റിന്റെ വില, അതിന്റെ പുറത്ത് അവര് വേറെ എന്തെങ്കിലും ടാക്സ് ഇട്ടിട്ടുണ്ട്. ഇൻകം ടാക്സോ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അല്ല, എന്റർടൈൻമെന്റ് ടാക്സോ, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ടാക്സോ, അങ്ങനത്തെ എന്തെങ്കിലും ടാക്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടിട്ട് 110 രൂപയായി. പിന്നീട് ആ 110 രൂപയുടെ പുറത്താണ് ഈ 18% GST ഇടുന്നതെങ്കിൽ 10 രൂപയുടെ പുറത്തിട്ട ടാക്സ് നിങ്ങൾക്ക് കിട്ടില്ല. 100 രൂപയുടെ പുറത്ത് വരുന്ന GST മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബിക്കോസ് അതാണ് എന്ത്? പ്രൊഡക്റ്റിന്റെ വില. ഓക്കെ. അതേപോലെ നമുക്ക് എന്ന് ITC ക്ലെയിം ചെയ്യേണ്ടത്? എന്ന് വരെ നമുക്ക് ITC കിട്ടും? ഒരു ഇൻവോയ്സ് ഇന്ന് സെല് ചെയ്താൽ ഏത് ദിവസം വരെയാണ് നമുക്ക് ആ ഇൻവോയ്സിനുള്ള ഇൻപുട്ട് റീഫണ്ട് എടുക്കാനുള്ള സമയം? നമ്മള് ഒന്നെങ്കിൽ ആനുവൽ റിട്ടേണിന്റെ ഡേറ്റ്, എന്താ ഞാൻ പറഞ്ഞിരുന്നു GSTR 9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ട്. ആ റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റ് എന്നാ 31st ഡിസംബർ ആണ്. കഴിഞ്ഞ ചാപ്റ്റർ എടുത്താൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടേൺ ഉണ്ട്. അത് വാർഷിക റിട്ടേൺ ആണ്. അതെന്താ? ഒരു കൊല്ലത്തിലെ മൊത്ത ഫയലിങ്ങും നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ അതിൽ തിരുത്തൽ വരുന്ന റിട്ടേൺ ആണ് ഇത് ആനുവൽ റിട്ടേൺ. അതിന്റെ അവസാന ഡേറ്റ് എന്നാണ് December 31st ആണ്. അപ്പോ ആ ആനുവൽ റിട്ടേണിന്റെ ഡേറ്റോ അല്ലെങ്കിൽ November 30th ഈ ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് നമ്മൾ റീഫണ്ട് എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ പർച്ചേസ് ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ റീഫണ്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ. അതായത് ഈ കൊല്ലത്തെ ഏതെങ്കിലും ഇൻപുട്ട് നമ്മൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്നെടുത്തിരിക്കണം? അടുത്ത കൊല്ലം December 31st അല്ലെങ്കിൽ അടുത്ത കൊല്ലം 30th November ഏതാണോ ആദ്യം വരുന്നത് ആ ഡേറ്റിന്റെ ഉള്ളിൽ നമ്മൾ റിട്ടേണ് റീഫണ്ട് എടുത്തിരിക്കണം. ക്ലിയർ ആണോ? എന്താ പറഞ്ഞത്? ആ പവർ ഷോ എന്താണ് സുഖം? എന്നാ റാഷിദോ അനക്കും എത്തിയിട്ടില്ലേ? ആർക്കാ പറയാൻ പറ്റുക എന്താ പറഞ്ഞതെന്നുള്ളത്? എന്നാ ജസീൽ പറ. ജസീൽ പറ. എനിക്ക് ബാക്കിയുള്ളവനെ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇൻപുട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് ഡേറ്റിന്റെ ഉള്ളിൽ എടുക്കണം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സപ്ലയർ നിങ്ങൾക്ക് ഒരു സാധനം വിറ്റു, പക്ഷെ സപ്ലയർ അത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ 2Bയിൽ വരുമോ? വരില്ല. അപ്പൊ സപ്ലയർ ഏത് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഇൻപുട്ട് കൈമാറണം? അടുത്ത കൊല്ലം December 31 അടുത്ത കൊല്ലം November 30 ഏതാണോ ആദ്യം വരുന്നത് അതിന്റെ ഉള്ളിൽ അവർ ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടൂ? ഇൻപുട്ട് കൈമാറ്റം ചെയ്യുള്ളൂ. ഓക്കെ. ഇത്രയും ക്ലിയർ ആണോ? എന്താ പറയണത്? അപ്പൊ ഇൻപുട്ട് കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഒന്ന്,
റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആവണം. റെസിപ്പിയന്റിന്റെ കൈവശം ഇൻവോയ്സോ ഡെബിറ്റ് നോട്ടോ ഉണ്ടാവണം. റെസിപ്പിയന്റ് അത് ബിസിനസ് ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യേണ്ടത്. റെസിപ്പിയന്റ് GSTR 2B ഈ ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ റെസിപ്പിയന്റ് പർച്ചേസ് ചെയ്ത തുക 180 ദിവസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്തിരിക്കണം. ടാക്സിന്റെ പുറത്തുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതേ പുറത്ത് തന്നെ അടുത്ത കൊല്ലം 30th നവംബറോ അടുത്ത ആനുവൽ റിട്ടേണിന്റെ ഡേറ്റോ ഏതാണോ ആദ്യം വരുന്നത് അതിന്റെ ഉള്ളിൽ സകല പർച്ചേസിനുള്ള റീഫണ്ട് നിങ്ങൾ എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ജീവിതകാലം നിങ്ങൾക്ക് അതിനുള്ള റീഫണ്ട് കിട്ടില്ല. 7 പോയിന്റുകളാണ്. ഏതൊക്കെയാ 7 പോയിന്റ്? 1, റെസിപ്പിയന്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം, കോമ്പോസിഷൻ ആവരുത്. 2, ബിസിനസിന് ഉപയോഗിച്ചിരിക്കണം. 3, ഇൻവോയ്സോ ഡെബിറ്റ് നോട്ടോ കൈവശം വേണം. 4, GSTR 2B ഈ ഇൻഫോർമേഷനുകൾ വന്നിരിക്കണം. 5, ഇൻവോയ്സ് കിട്ടി 180 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പേയ്മെന്റ് സെറ്റിൽ ചെയ്തിരിക്കണം. പ്ലസ് ടാക്സിന്റെ പുറത്ത് നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടില്ല. അതോടൊപ്പം തന്നെ 1 വർഷത്തെ സകല പർച്ചേസിന്റെ റീഫണ്ടും നിങ്ങൾ ഏത് ഡേറ്റിന്റെ ഉള്ളിൽ ക്ലെയിം ചെയ്തിരിക്കണം? 30 നവംബറോ 31 ഡിസംബറോ ഏതാണോ ആദ്യം വരുന്നത് ആ ഡേറ്റിന്റെ ഉള്ളിൽ സകല കഴിഞ്ഞ വർഷത്തെ മൊത്തം ഇൻപുട്ടിനുള്ള റീഫണ്ടും നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? 7 കണ്ടീഷനുകളാണ് എന്തിനുള്ളത്? ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. സോ ആദ്യം ഇതുവരെ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഏരിയയിലേക്ക് പോകാം. ഇതുവരെ എഴുതാൻ മതി. കഴിഞ്ഞിട്ട് ഞാൻ പറയും. No input tax credit on tax component. Not composition dealer. എന്താ ഇവിടെ വന്നിരുന്നു. അല്ലെങ്കിൽ ബോർഡിന്റെ അടുത്ത് പോയിട്ട് എഴുതിക്കോ. ഷബാബിന്റെ കുറെ ചോദ്യങ്ങളുണ്ടാവും. ടാക്സ് ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ടേ പറയുമ്പോ കേട്ടിട്ടില്ല അതൊന്നും. ബിസിനസ്
എഴുതി കഴിഞ്ഞോ? കണ്ണടി വെച്ചോ. എനിക്ക് കാണണ്ടല്ലോ. അത്രയും ചെയ്യണ്ടടാ, വലുതെഴുതിയ നേരാവില്ല. അനസിന് കാണാണ്ടല്ലോ. എന്താ 30th November of next financial year. എനക്ക് കിട്ടിയോ? മാഗ്നിഫൈങ് ഗ്ലാസ് ആണ്. ആരാ ചോദിച്ചത്? കഴിഞ്ഞ ഒന്നിട്ട് വേണം അടുത്ത് പറയാൻ. ഓക്കെ, എഴുതി എല്ലാരും? ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ കൺഫ്യൂസിങ് ഉള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ, അത്ര വലിയ വൃത്തിയായിട്ട ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ 7 കണ്ടീഷൻ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ഓക്കെ ആണല്ലോ? സോ 90% സാധനങ്ങൾക്കും നിങ്ങൾക്ക് ഈ 7 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ഇനി ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അതിന് നമ്മൾ അത്തരം ഐറ്റംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഈ 7 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സാധാരണ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. പക്ഷേ 7 കണ്ടീഷൻസ് പാലിച്ചാൽ പോലും നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാത്ത ഐറ്റംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്നുള്ളത്. ഏത് സെക്ഷനിലാണ് പറയണത്? സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ഓഫ് CGST Act. ഓക്കെ, that is called as blocked credit. ഓക്കെ, ക്ലിയർ ആണോ? നൗ അതിൽ ഓരോ ഐറ്റംസും നമുക്ക് ഡിസ്കസ് ചെയ്യണം. ആൻഡ് ദ ഫസ്റ്റ് ഐറ്റം ഈസ് മോട്ടോർ വെഹിക്കിൾസ്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്വസ്റ്റ്യനിൽ മോട്ടോർ വെഹിക്കിൾസ് വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ പെടുന്ന ഒരു ഐറ്റം ആണ്. ഓക്കെ, അപ്പൊ അതിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്താണ് ആ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു ബിസിനസ്സിൽ മോട്ടോർ വെഹിക്കിൾസ് 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക, അല്ലെ? ഒന്നെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കാം. ഇതിനല്ലാതെ മോട്ടോർ വെഹിക്കിൾസ് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുമോ? ഒന്നെങ്കിൽ എന്തിനായിരിക്കും ഉപയോഗിക്കുക? ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിരിക്കും ഉപയോഗിക്കുക. നൗ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾ വാഹനം മേടിക്കുന്നത് ബിസിനസ്സിനെങ്കിൽ ഒന്ന് നോക്കണ്ട, നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടും. ഓക്കെ,
നിങ്ങളുടെ ബിസിനസ് വാഹനം പർച്ചേസ് ചെയ്യുന്നത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ യാതൊരു സംശയവും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇൻപുട്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? നൗ ഒരു പക്ഷേ നിങ്ങൾ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്, ചിലപ്പോൾ നമ്മളുടെ സ്റ്റാഫിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടി വരും. ഒരു സ്കൂളിനാണെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകാൻ നമ്മൾ വണ്ടികൾ മേടിക്കും, ബസ്സുകൾ മേടിക്കും. അങ്ങനെ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾ വണ്ടി മേടിക്കുന്നത്, മോട്ടോർ വെഹിക്കിൾ മേടിക്കുന്നത് എങ്കിൽ 13 പാസഞ്ചേഴ്സിലും കൂടുതലുള്ള വണ്ടിയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടും. അപ്പൊ എന്താണ്, നിങ്ങൾ വണ്ടി മേടിക്കുന്നത് പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്, നിങ്ങളുടെ വണ്ടിയിൽ 13 സീറ്റിലും കൂടുതൽ കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടിയുടെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ റീഫണ്ട് ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? ഇനി 13 പേരിലും താഴെയാണ് എങ്കിൽ അത് ഔട്ട്വേർഡ് സപ്ലൈക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, എന്താണ് ഔട്ട്വേർഡ് സപ്ലൈ? നമുക്ക് വാഹനം മേടിച്ചിട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ് ചെയ്തിട്ട് ഗുഡ്സും ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല, പാസഞ്ചേഴ്സിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെക്കുക. വേറെ എന്ത് പർപ്പസിനായിരിക്കും നമ്മളത് ഉപയോഗിക്കുക? വണ്ടി വിൽക്കാലോ, അല്ലെ? ഷോറൂമിൽ വണ്ടി മേടിച്ചിട്ട് വണ്ടി വിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. അവിടെ റെന്റിന് കൊടുക്കാം, ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാം, ചെയ്തൂടെ? ഓക്കെ, ഇതിനൊക്കെ ഉപയോഗിക്കാം. സോ നിങ്ങൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഒന്ന് സെയിൽ ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ, അല്ലെങ്കിൽ ഹയറിംഗ്, റെന്റിങ്ങിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്? ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് എന്താ പറയുന്നത്? നിങ്ങൾ ഔട്ട്വേർഡ് സപ്ലൈക്ക് ഉപയോഗിക്കുകയാണ്. എന്താണ് ഔട്ട്വേർഡ് സപ്ലൈ? ഔട്ട്വേർഡ് സപ്ലൈ എന്താ? നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. അതായത് ഇത് എന്തിനാ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്? ചിലവര് വീട്ടിക്ക് വാങ്ങിയ AC ഒക്കെ GST നമ്പറിൽ അടിക്കും. എന്തിനു വേണ്ടിയിട്ടാ? ആ ടാക്സ് ഒക്കെ റീഫണ്ട് കിട്ടാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾ നടത്തുന്നത് ചിലപ്പോൾ ടെക്സ്റ്റൈൽസ് ആയിരിക്കും. ഓക്കെ, ടെക്സ്റ്റൈൽസ് നടത്തുന്നു, വീട്ടിക്ക് ഗ്രൈൻഡർ മേടിച്ചാലും അത് നമ്മളുടെ GSTയിലേക്ക് അടിക്കും, വീട്ടില് AC മേടിച്ചാലും അത് നമ്മളുടെ GSTയിലടിക്കും, ഫ്രിഡ്ജ് മേടിച്ചാലും GSTയിലടിക്കും, ബിസ്ക്കറ്റ് വാങ്ങുന്നത് പോലും GSTയിലേക്ക് അടിക്കും. ഓക്കെ, സോ അപ്പൊ എന്തുണ്ടാവും? അത്രയും റീഫണ്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരും. അപ്പൊ ആരാ പൊട്ടന്മാരാവുക? ഡിപ്പാർട്ട്മെന്റ് പൊട്ടന്മാരാവും. അപ്പൊ അതുകൊണ്ടാ പറയണത്, നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ്സിന് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഇൻപുട്ട് കിട്ടുള്ളൂ. ക്ലിയർ ആണോ? അപ്പോ പാസഞ്ചേഴ്സിന്റെ കാര്യം എന്താ പറയണത്? 13 പേരിൽ കൂടുതലുള്ള വാഹനമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടും. 13ൽ താഴെയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നതെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് കിട്ടും. അല്ല, നിങ്ങള് വണ്ടി വിൽക്കാനാണ് വാങ്ങിയതെങ്കിലും നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടും. ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നതെങ്കിലും നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടും. പക്ഷെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടില്ല. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, മോട്ടോർ വെഹിക്കിൾ നിങ്ങൾ വാങ്ങുന്നത് ഗുഡ്സ് സപ്ലൈ ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടും. പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ 13 പേരിലും കൂടുതലുള്ള വെഹിക്കിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. 13 പേരിലും താഴെയുള്ള വെഹിക്കിൾ ആണ്, അത് നിങ്ങളുടെ ബിസിനസ്സിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ല, നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ല, ഇനി അതും അല്ല, നിങ്ങൾ അത് ഉപയോഗിക്കുന്നത് സെയിലിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. വേറെ എന്തും ഒരു പർപ്പസിനാണെങ്കിലും നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, സോ 13 പേരിൽ താഴെയുള്ള വാഹനമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ എന്തിനു ഉപയോഗിച്ചിരിക്കണം? ഒന്നെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂള്, അല്ലെങ്കിൽ സെയില്. ഈ പർപ്പസിനായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് പറയണു വെസൽസ് ആൻഡ് എയർക്രാഫ്റ്റ്. എന്താ വെസല്? ഷിപ്പ്, എയർക്രാഫ്റ്റ്, പ്ലെയിന്. വെസലോ എയർക്രാഫ്റ്റോ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ
നോർമലി നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ ഏതൊക്കെ പർപ്പസിനാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും? സെയിലിന് വേണ്ടിയിട്ടാണെങ്കിൽ കിട്ടും, പാസഞ്ചേഴ്സ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ട്രെയിനിങ്, അതായത് അത് നമുക്ക് എന്താ പറയാ, ഡ്രൈവിംഗ് സ്കൂൾ എന്ന് വിളിക്കാൻ പറ്റുമോ? ഷിപ്പൊക്കെ ഇല്ല, ഷിപ്പില് ട്രെയിനിങ് കൊടുക്കും, ലൈക്ക് അത് നാവിഗേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കും, അതിനാണെങ്കിലും കിട്ടും. സോ വാഹനങ്ങളുടെ കേസിൽ എപ്പോഴേ കിട്ടുള്ളൂ? ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ കണ്ണും മൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടും. പാസഞ്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ സെയിലോ ബിസിനസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനോ വേണ്ടിയിട്ടാണെങ്കിൽ കിട്ടും, വേറൊരു കാര്യത്തിനും കിട്ടില്ല. ഓക്കെ, അതായത് വാഹനങ്ങളുടെ കാര്യം, അത് മോട്ടോർ വെഹിക്കിൾ ആവട്ടെ, വെസൽ ആയിക്കോട്ടെ, എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, ദെൻ സർവീസസ് റിലേറ്റഡ് ടു മോട്ടോർ വെഹിക്കിൾസ്, വെസൽസ് ഓർ എയർക്രാഫ്റ്റ്. എന്താണത്? മോട്ടോർ വെഹിക്കിളും എയർക്രാഫ്റ്റ് ഒക്കെ നമ്മൾ വാങ്ങി, ഇനി ഇതിന്റെ ഇൻഷുറൻസ് അടയ്ക്കുമ്പോഴും നമ്മൾ GST കൊടുക്കും. ഇത് നമുക്ക് കിട്ടും. അതായത് വാഹനങ്ങളുമായി സംബന്ധിച്ചിട്ടുള്ള സർവീസുകൾ ഏതൊക്കെയാണ്? ഒന്ന്, വാഹനത്തിന്റെ ഇൻഷുറൻസ് നമ്മൾ എടുക്കില്ലേ, ഇൻഷുറൻസ് അടക്കുമ്പോൾ ഒരു GST നമ്മൾ കൊടുക്കുന്നുണ്ട്. സർവീസ് ചെയ്യുമ്പോൾ അതിന് GST കൊടുക്കുന്നുണ്ട്. അതായത് ഷോറൂമിൽ സർവീസ് ചെയ്യുമല്ലോ, നമ്മൾ 1 കൊല്ലം കഴിഞ്ഞാൽ വണ്ടി ഇടും സർവീസ് ചെയ്യാൻ, ഓയിലൊക്കെ മാറ്റാൻ, ഫിൽട്ടർ മാറ്റാൻ. സോ അതിനും നമ്മൾ GST കൊടുക്കുന്നുണ്ട്. റിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ GST കൊടുക്കുന്നുണ്ട്. അതേപോലെ ലീസോ റെന്റോ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? GST കൊടുക്കുന്നുണ്ട്. ഈ GST നമുക്ക് കിട്ടുമോ റീഫണ്ട് ആയിട്ട്? ആദ്യം നമ്മൾ വാഹനത്തിന്റെ കാര്യം പറഞ്ഞു, രണ്ടാമത് എയർക്രാഫ്റ്റും വെസലിന്റെയും കാര്യം പറഞ്ഞു. ഇനി ഇതിന്റെയൊക്കെ ഇൻഷുറൻസും റിപ്പയറിനൊക്കെ കൊടുക്കുന്ന GST കിട്ടുമോ? ഓക്കെ, അതാണ് ചോദിക്കുന്നത്. സോ ഈ മോട്ടോർ വെഹിക്കിളോ വെസലോ എയർക്രാഫ്റ്റോ നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ, എന്താ ഫൈനൽ പ്രൊഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അത് വിൽക്കുകയോ അത് വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെങ്കിൽ, ഈ പറയപ്പെടുന്ന സർവീസസിനുള്ളതൊക്കെ GST നമുക്ക് റീഫണ്ട് ആയി കിട്ടും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മോട്ടോർ വെഹിക്കിളോ വെസലോ എയർക്രാഫ്റ്റോ നമ്മൾ വിൽക്കുകയാണ്, അതായത് നമ്മളിത് വാങ്ങണം എന്തിനാണ്? ഇത് വിൽക്കാനാണെങ്കിൽ നമ്മൾ ആ പർപ്പസിന് വേണ്ടി പേ ചെയ്യുന്ന ഇൻഷുറൻസും എല്ലാത്തിനും കൊടുക്കുന്ന GST നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ അത് ഔട്ട്പുട്ട് സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമേ ഇൻപുട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. എന്താണ് ഔട്ട്പുട്ട് സപ്ലൈ? നമ്മൾ വിൽക്കാനല്ലാതെ എന്താ ഔട്ട്പുട്ട് സപ്ലൈക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക? നമുക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചൂടെ? നമ്മളുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചൂടെ? നമ്മളുടെ സ്റ്റാഫുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചൂടെ? ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടും. വേറെ എന്തെങ്കിലും പർപ്പസിനാണെങ്കിൽ കിട്ടില്ല. എന്തായി വേറെ എന്തെങ്കിലും പർപ്പസ്? ഈ വെഹിക്കിളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ചിലപ്പോ MDയുടെ വീട്ടിൽ കൊണ്ടുപോകാനായിരിക്കും. ബിസിനസിന്റെ പേരിൽ മേടിക്കുന്നു, എന്നിട്ട് ഞാൻ എന്റെ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നു. കിട്ടുമോ? ഇല്ല. അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലേ കിട്ടുള്ളൂ? ജനറൽ ഇൻഷുറൻസും സർവീസിങ് റിപ്പയറിങ്ങും അതേപോലെ തന്നെ വാടകയ്ക്ക് കൊടുക്കുമ്പോഴും അതിന്റെ GST എപ്പോഴേ നമുക്ക് ഇൻപുട്ടായിട്ട് കിട്ടുള്ളൂ? ഒന്നെങ്കിൽ നമ്മളത് വിൽക്കാനായിരിക്കണം, അല്ലെങ്കിൽ അത് ഔട്ട്പുട്ട് സപ്ലൈക്ക് ഉപയോഗിക്കാനായിരിക്കണം. ഈ 2 സാഹചര്യങ്ങളിലേ നമുക്ക് ഇൻപുട്ട് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഇൻപുട്ട് കിട്ടില്ല. സോ അതാണ് ഇവിടെ പറയണത്. നെക്സ്റ്റ്, സോ ഇത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. 7 കാര്യങ്ങളാണ് നമുക്ക് എന്ത് വേണ്ടത്? ഏതൊരു പ്രൊഡക്റ്റിനും ഇൻപുട്ട് കിട്ടണമെങ്കിൽ 7 കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 7 കാര്യവും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടും ചില പ്രൊഡക്റ്റിനൊന്നും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് കിട്ടില്ല. ആ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഭാഗത്തിന് നമ്മൾ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറയും, സെക്ഷൻ 17 സബ്സെക്ഷൻ 5. ആ ബ്ലോക്ക്ഡ് ക്രെഡിറ്റിലെ ആദ്യ ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? മോട്ടോർ വെഹിക്കിൾ ആണ്. മോട്ടോർ വെഹിക്കിളിന്റെ കാര്യത്തിൽ പറയുന്നു, നിങ്ങള് വണ്ടി വാങ്ങുന്നു എന്തിനു വേണ്ടിയിട്ട്? ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നിസ്സംശയം പറയാം അവിടെ നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടും. നിങ്ങൾ വണ്ടി വാങ്ങുന്നു പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ, 13 പാസഞ്ചേഴ്സിനും കൂടുതലും സഞ്ചരിക്കാൻ പറ്റുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻപുട്ട് കിട്ടും. 13ൽ താഴെയാണെങ്കിൽ എപ്പോ മാത്രമേ കിട്ടുള്ളൂ? അതൊന്നെങ്കിൽ വിൽക്കാനായിരിക്കണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സപ്ലൈക്ക് വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലേക്കായിരിക്കണം, അല്ലെ? ഈ വക കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടുള്ളൂ. ഇനി വെസലോ എയർക്രാഫ്റ്റ് ആണോ നിങ്ങൾ വാങ്ങുന്നത് എങ്കിൽ, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ
നിങ്ങൾ ഔട്ട്പുട്ട് സപ്ലൈ നടത്താൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടുകയുള്ളൂ. ഇനി ഈ വെഹിക്കിൾസിന് നമ്മൾ സർവീസ് ചെയ്യണമല്ലോ, അതായത് വെഹിക്കിൾസിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കും, വെഹിക്കിൾസിന് നമ്മൾ സർവീസ് ചെയ്യും, വെഹിക്കിൾസിന് നമ്മൾ റിപ്പയർ ചെയ്യും, വെഹിക്കിൾസ് നമ്മൾ വാടകയ്ക്കും കൊടുക്കും. ഈ 4 കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനും ഒരു GST നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ GST നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുമോ? എപ്പോഴേ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുള്ളൂ, ആ വണ്ടി ഒന്നെങ്കിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയതായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് സപ്ലൈക്ക് ഉപയോഗിക്കുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സർവീസിനുള്ള GST നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് കിട്ടില്ല. ഇപ്പോ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് പുറത്ത് പാർക്കിങ്ങിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണെങ്കിൽ കിട്ടുമോ? കിട്ടുമോ? അല്ല. ബിസിനസ് പർപ്പസ് എന്ന് പറഞ്ഞാല് നമ്മളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് പ്രൊഡക്റ്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാലൊന്നും കിട്ടില്ല. ഓക്കെ, എന്താ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ മാറ്റർ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഗുഡ്സ് ഓർ സർവീസസ് യൂസ്ഡ് ഇൻ ബിസിനസ്. എന്താണ് അത് പറയുന്നത്? ബിസിനസ്സിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മേടിക്കും അല്ലെ. നമ്മൾ A4 പേപ്പർ മേടിക്കാം, പേപ്പർ ക്ലിപ്പുകൾ മേടിക്കും, സ്റ്റാബ്ലർ മേടിക്കും, അങ്ങനത്തെ കുറെ സാധനങ്ങൾ മേടിക്കില്ലേ. ഇവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് മേടിക്കും, കൊക്കക്കോള മേടിക്കും, പെപ്സി മേടിക്കും. ഇതിനൊക്കെ ഇൻപുട്ട് കിട്ടുമോ? അതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത്. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് ഓർ സർവീസ് യൂസ്ഡ് ഇൻ ബിസിനസ്. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് മേടിക്കുകയാണ്? അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കുകയാണ്. സോ അതിൽ പറയണു F&B. എന്താ F&B? നമ്മൾ ബിസിനസ്സിൽ ഫുഡോ ബിവറേജോ മേടിക്കുകയാണ്. ബിവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിവറേജ് അല്ല, ചായ, കാപ്പി, നമ്മുടെ കോള, 7up, ഈ ബിവറേജ് ആണ്, ലിക്കർ അല്ല. ഓക്കെ, സോ ഫുഡോ ബെവറേജോ നമ്മൾ ബിസിനസ്സിന് മേടിക്കുകയാണ്. കാറ്ററിംഗ് സർവീസ് നമ്മൾ മേടിക്കുകയാണ്, അതായത് നമ്മളുടെ എംപ്ലോയീസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാറ്ററേഴ്സിനെ നമ്മൾ കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്. ഓക്കെ, അതായത് നമ്മളുടെ എന്താ പറയാ, എയർ ഹോസ്റ്റസ് ഒക്കെ അല്ലേ, അവർക്കൊക്കെ നമ്മൾ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടാണ് അവരെ നമ്മൾ ഫ്ലൈ ചെയ്യിക്കുക. സോ നമ്മുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? എംപ്ലോയീസിന് ബ്യൂട്ടി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഹെൽത്ത് സർവീസ്, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ജിമ്മ്, അങ്ങനെ ഹെൽത്ത് സർവീസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി സർവീസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് ലീസോ റെന്റിനോ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നോർമലി ഈ സാധനങ്ങൾക്കൊന്നും എന്ത് കിട്ടില്ല? ഇൻപുട്ട് കിട്ടില്ല. ഏതൊക്കെയാണ്? ഈ ലിസ്റ്റിൽ വരുന്ന സാധനങ്ങൾക്കൊന്നും നോർമലി ഇൻപുട്ട് കിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ സാധനമൊക്കെ വാങ്ങുന്നത് ഔട്ട്പുട്ട് സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഫുഡ് വാങ്ങുന്നത് ആ ഫുഡ് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാറ്ററിംഗ് കൊടുക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു വെഡിങ് ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് കാറ്ററിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടൊന്നുമല്ല. എങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ITC കിട്ടും. സോ എന്താ അവിടെ പറയണത്? നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് ഫുഡോ ബെവറേജോ ഇൻഷുറൻസ് പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് നമ്മുടെ ബിസിനസ്സിലുള്ള എംപ്ലോയീസിനോ ക്ലയൻസിനോ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് കിട്ടില്ല? ഇൻപുട്ട് കിട്ടില്ല. നേരെ മറിച്ച് ഈ സാധനം വാങ്ങുന്നത് എന്തിനാ? വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടും. ചുരുക്കം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇനി നിങ്ങളുടെ എംപ്ലോയീസിന് നിങ്ങൾ മെമ്പർഷിപ്പോ ഹെൽത്ത് കെയർ സർവീസോ ക്ലബ് മെമ്പർഷിപ്പ് കൊടുക്കുകയാണ്. അതായത് എംപ്ലോയീസിനോട് പറയാണ്, ഇവിടെ എംപ്ലോയി ആയിരിക്കുന്ന എല്ലാവർക്കും മുകളിലത്തെ ഫ്ലോറിലെ ജിമ്മ് ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ജിമ്മ് സർവീസോ ഹെൽത്ത് കെയർ സർവീസോ കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് കിട്ടില്ല. ബിക്കോസ് നിങ്ങൾ ഇത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ബെനിഫിറ്റ് കൊടുക്കുകയാണ്. അതായത് 10 മാസം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയെങ്കിൽ നിങ്ങൾക്ക് സിംഗപ്പൂരിലേക്ക് ഒരു ഫ്രീ ട്രിപ്പ് നിങ്ങൾ എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ കിട്ടില്ല. ബിക്കോസ് നിങ്ങൾ ആർക്കാ കൊടുക്കുന്നത്? എംപ്ലോയീസിനാണ് കൊടുക്കുന്നത്, വിൽക്കാൻ വേണ്ടിയിട്ടല്ല. ക്ലിയർ ആണോ?
സോ ചുരുക്കം ഈ സെക്ടർ എന്താ പറയുന്നത്, നിങ്ങൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന സർവീസസോ ഗുഡ്സോ നിങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടും. നിങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ എംപ്ലോയീസിന് കൊടുക്കാനോ അവരെ ട്രീറ്റ് ചെയ്യാനോ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഇൻപുട്ട് കിട്ടില്ല. ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് കൺസ്ട്രക്ഷൻ സെക്ടർ. എന്താണ് കൺസ്ട്രക്ഷൻ സെക്ടർ? നമ്മൾ ബിൽഡിംഗ് പണിയാ, വീട് പണിയാ, ഇത്തരത്തിലുള്ള സെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയാ, കൺസ്ട്രക്ഷൻ സെക്ടർ എന്ന് പറയാ. ഇപ്പൊ ചുരുക്കം പറയാ, കൺസ്ട്രക്ഷൻ സെക്ടർ നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് മേടിക്കും? പ്ലാന്റും മെഷീനറി ഒക്കെ മേടിക്കും അല്ലെ? കോൺക്രീറ്റ് മിക്സർ തുടങ്ങിയ മെഷീനറികളൊക്കെ മേടിക്കും. മെഷീനറികൾ മേടിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? ഇൻപുട്ട് കിട്ടും. അതേപോലെ തന്നെ അപ്പാരറ്റസ് അറ്റാച്ച്ഡ് ടു ദ ലാൻഡ്. എന്താ അപ്പാരറ്റസ് അറ്റാച്ച്ഡ് ടു ദ ലാൻഡ്? നൗ മെഷീനറികൾ തന്നെ നിലത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അപ്പാരറ്റസ് അറ്റാച്ച്ഡ് ടു ദ ലാൻഡ് എന്ന് പറയും. പ്ലാന്റ് എന്ന് പറയാം നമുക്ക്. അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന മെഷീനറിനെ നമ്മൾ വിളിക്കുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നാണ്. മൂവ് ചെയ്യാൻ പറ്റാത്ത മെഷീനറിനെ നമ്മൾ വിളിക്കുന്നത് പ്ലാന്റ് എന്നാണ്. അതായത് നമ്മൾ എന്താ ചെയ്യുക, അപ്പൊ ലിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ലിഫ്റ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ മൂവ് ചെയ്യാനില്ല, ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുമോ? അത് മൊത്തം അഴിച്ച് പൊളിച്ചെടുത്തിട്ട് വേണ്ട കൊണ്ടുപോകാൻ. അപ്പൊ അതെന്താണ്? അതൊരു അപ്പാരറ്റസ് ആണ്. അതായത് അത് കോൺക്രീറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ്. അത്തരത്തിലുള്ള അപ്പാരറ്റസിനും എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടും. നേരെ മറിച്ച് ലാൻഡോ ബിൽഡിങ്ങോ കൺസ്ട്രക്ഷൻ നടത്തുമ്പോ നിങ്ങൾ ലാൻഡോ ബിൽഡിങ്ങോ ടെലികോം ടവറോ പൈപ്പ് ലൈനോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് കിട്ടില്ല. എന്തിനൊക്കെ കിട്ടാത്തത്? കൺസ്ട്രക്ഷൻ സെക്ടറിൽ ആകെ 3 തരം കാര്യങ്ങൾക്ക് എന്ത് കിട്ടാത്തുള്ളൂ? ഇൻപുട്ട് കിട്ടാത്തുള്ളൂ. ഏതൊക്കെയാണത്? ലാൻഡ് ആൻഡ് ബിൽഡിങ്, ടെലികോം ടവർ, അതേപോലെ പൈപ്പ് ലൈന്. ഈ 3 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. മറ്റതാണെങ്കിൽ എനി അതർ യു വിൽ ഗെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സോ കൺസ്ട്രക്ഷൻ സെക്ടറിൽ എന്താ പറയുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറി ആണോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, യു വിൽ ഗെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പാരറ്റസ് ആണോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, യു വിൽ ഗെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ടെലികോം ടവറോ പൈപ്പ് ലൈനോ ലാൻഡോ ബിൽഡിങ്ങോ ആണോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, യു വോണ്ട് ഗെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എനി അതർ അസറ്റ് യു വിൽ ഗെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ക്ലിയർ ആണോ? സോ കൺസ്ട്രക്ഷൻ സെക്ടറിൽ അവോയ്ഡ് ചെയ്യേണ്ട അസറ്റ് ഏതാണ്? അതായത് അവിടെ ഇൻപുട്ട് കിട്ടാത്ത അസറ്റ് ഏതാണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ടെലികോം ടവർ, പൈപ്പ് ലൈൻ. എന്താ പൈപ്പ് ലൈൻ എന്ന് അറിയില്ലേ? പൈപ്പ് ലൈൻ അറിയോ? ഈ ഭൂമിയുടെ അടിയിൽ കൂടി നമ്മൾ ഡ്രെയിനേജ് ഒക്കെ ഇടൂലേ? അത്തരത്തിലുള്ള പൈപ്പ് ലൈനുകൾക്കൊന്നും എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഓക്കെ. ഇനി കിണർ കുഴിച്ചാൽ, കിണർ എന്താണ്? കിണർ എന്ന് പറഞ്ഞാൽ വെല്ല് എന്താണ്? വെൽ ഈസ് കൺസിഡേർഡ് ആസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതായത് നിയമത്തിന്റെ ഭാഷയില് കിണർ എന്താണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ഓക്കെ. സോ ഇതൊന്നും കൂടി ഞാൻ പറയാം. ITCയുടെ ഇത് ഞാൻ പറയാം. അതായത് 7 പോയിന്റുകളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് വേണ്ടിയിട്ട്. സോ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് എ പാർട്ട് ആൻഡ് ദിസ് ഈസ് കോൾഡ് ബി പാർട്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എ പാർട്ട് ഫുള്ള് ഓക്കെ ആണെങ്കിൽ മാത്രം ബി പാർട്ടിലേക്ക് പോവുക. എ പാർട്ടിലെ ഈ 7 പോയിന്റിലെ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആ പോയിന്റ് തന്നെ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഓക്കെ. സോ എ പാർട്ട് നിങ്ങൾക്ക് 7 പോയിന്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ബി പാർട്ടിലേക്ക് പോവാം. ബി പാർട്ടിലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുള്ളൂ. സോ 7 പോയിന്റുകളിൽ എന്താണ്? നിങ്ങൾ രജിസ്റ്റേർഡ് ആയിരിക്കണം, കോമ്പോസിഷൻ ഡീലർ ആയിരിക്കരുത്, ബിസിനസിന് വേണ്ടിയിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്, ഇൻവോയ്സോ ഡെബിറ്റ് നോട്ടോ ഉണ്ടായിരിക്കണം, 180 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിരിക്കണം, GSTR 2Bയിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. ടാക്സ് കമ്പോണന്റിന്റെ പുറത്ത് നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 30th നവംബറോ അല്ലെങ്കിൽ 31st ഡിസംബറോ വിച്ച് എവർ ഈസ് ഏർലിയർ ആണ്.
ഈ 7 പോയിന്റ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത സാധനം ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ പെടുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് നെക്സ്റ്റ് ആയിട്ട്. അതിൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾസ് ആണ്. മോട്ടോർ വെഹിക്കിൾസിൽ എന്താ പറയുന്നത്? നിങ്ങൾ മോട്ടോർ വെഹിക്കിൾസ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 13 ആൾക്കാരിലും കൂടുതൽ അല്ലെങ്കിൽ 13 ആൾക്കാരോ അതിൽ കൂടുതലോ ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അതിന് താഴെയാണെങ്കിൽ നിങ്ങൾ അത് ഔട്ട്പുട്ട് സപ്ലൈക്കോ സെയിലിന് വേണ്ടിയിട്ടോ ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിയിട്ടോ പാസഞ്ചർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടോ ഉപയോഗിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. നേരെ മറിച്ച് വെസലോ എയർക്രാഫ്റ്റോ ആണെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അല്ലാത്ത പക്ഷം നിങ്ങൾ അത് ഔട്ട്പുട്ട് സപ്ലൈയോ അല്ലെങ്കിൽ സെയിലോ ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സോ ട്രെയിനിങ്ങിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഇതിനോടൊക്കെ അനുബന്ധിച്ചിട്ട് വരുന്ന ഇൻഷുറൻസ്, സർവീസിങ്, മെയിൻ്റെനൻസ്, റെന്റിങ്, ലീസിങ് ഓർ ഹയറിംഗ് തുടങ്ങിയ സർവീസസ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ആ സർവീസസിന് നിങ്ങൾക്ക് GST ഇൻപുട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോ പറയുന്നു മോട്ടോർ വെഹിക്കിളോ എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ വെസലോ നിങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സപ്ലൈക്കോ ഉപയോഗിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ സർവീസിനുള്ള GSTയും നിങ്ങൾക്ക് എന്ത് കിട്ടും? റീഫണ്ട് കിട്ടും. അല്ലാത്ത പക്ഷം കിട്ടില്ല. ഇനി ബിസിനസ്സിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എങ്കിൽ FMB അതായത് ഫുഡ് ഓർ ബെവറേജ്, ഔട്ട്ഡോർ കാറ്ററിംഗ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ഹെൽത്ത് കെയർ, കോസ്മെറ്റിക് സർജറി, ലൈഫ് ഇൻഷുറൻസ് പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ലീസിംഗ്, റെന്റിംഗ് ഓർ ഹയറിംഗ്, ഇതൊക്കെ നിങ്ങൾ ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അല്ലാത്ത പക്ഷം നിങ്ങൾ എംപ്ലോയീസിന് മേടിച്ചു കൊടുക്കുകയോ അങ്ങനെ കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അതുപോലെ തന്നെയാണ് ജിം മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ക്ലബ് മെമ്പർഷിപ്പും ട്രാവൽ ബെനിഫിറ്റും. അത് നിങ്ങൾ എംപ്ലോയീസിനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നത് ക്ലയൻസിനോ അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ കൺസ്ട്രക്ഷൻ സെക്ടറിലേക്ക് വന്നു. കൺസ്ട്രക്ഷൻ സെക്ടർ വളരെ സിമ്പിൾ ആണ്. എന്താണ് കൺസ്ട്രക്ഷൻ സെക്ടർ? കൺസ്ട്രക്ഷൻ സെക്ടറിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ എനി അതർ ഇതിനൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. 3 വസ്തുക്കൾക്ക് മാത്രമാണ് കിട്ടാത്തത്: ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ടെലികോം ടവറും അതേപോലെ തന്നെ പൈപ്പ് ലൈനും. ക്ലിയർ ആണോ? ഇത്രയാണ് ഈ ചാപ്റ്റർ. ഓക്കെ. അത് ചിലപ്പോ ഗവൺമെന്റ് ഇതിന്റെ ഡേറ്റ് മുമ്പേക്കാക്കും, ഒക്ടോബർക്കാക്കും. അപ്പൊ ഇതായിരിക്കും ആദ്യം വരിക. അത് ഈ വർഷം ഇപ്പൊ 31 ഡിസംബറാണ്, അടുത്ത വർഷം ചിലപ്പോ മാറ്റാം. സോ അതുകൊണ്ടാണ് അത് ഇങ്ങനെ പറയുന്നത്. ആദ്യത്തെ ലെസർ ദാൻ 13. അത് കഴിഞ്ഞിട്ട് ഫോർ ഔട്ട്പുട്ട് സപ്ലൈ ആണെങ്കിൽ അടിയിൽ നോട്ട് ഫോർ ഔട്ട്പുട്ട് സപ്ലൈ, അതിന്റെ അടിയിൽ സെയിൽ ഓഫ് മോട്ടോർ വെഹിക്കിൾ, ട്രാൻസ്പോർട്ട് പാസഞ്ചർ, ഡ്രൈവിംഗ് സ്കൂൾ. അങ്ങനെ ലെസർ ദാൻ 13 ഔട്ട്പുട്ട് സപ്ലൈക്ക് ആണെങ്കിൽ കിട്ടും. എന്താ? ഇൻപുട്ട് കിട്ടും, അല്ലാത്തതിന് കിട്ടൂല. അതായത് ഈ സാധനം ഒരാളെ പഠിപ്പിക്കാതെ പറപ്പിക്കാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്ലെയിന് വാങ്ങുന്നതെങ്കിൽ അതിനുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടും. ട്രാൻസ്പോർട്ട് പാസഞ്ചേഴ്സിൽ അതിൽ ട്രെയിനിങ് വരും.
ഉം. ഉം. ഔട്ട്വേർഡ് സപ്ലൈക്ക് എപ്പോഴൊക്കെയാണോ ഉപയോഗിക്കുന്നത് അപ്പോഴൊക്കെ കിട്ടും. അത് അപ്പുറത്തൊരു ഇൻഡു ഉണ്ട്, നോട്ട് ഫോർ ഔട്ട്പുട്ട് സപ്ലൈ. എവിടെ? പിന്നെ ഫോർ ഔട്ട്പുട്ട് സപ്ലൈ ആണെങ്കിൽ കിട്ടും. സെയിലോ ട്രാൻസ്പോർട്ട് പാസഞ്ചറോ ട്രെയിനിങ്ങോ ആണെങ്കിലും കിട്ടും. എന്തായി? മില്ലിന്റെ കാര്യം വല്ലാതെ സ്ട്രെസ് ചെയ്യണ്ട, നമ്മൾ തന്നെ ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നും ചാൻസ് ഇല്ല. ശരി, എന്നെ വിളിച്ചോ? അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് ഈ ഇതെന്തെങ്കിലും കൊടുത്താൽ മതി. ഓല് അതിന് വേണ്ടിട്ട് വിളിക്കണം. അപ്പൊ ഓര് വലിയ എമൗണ്ട് ഒക്കെ ആദ്യം പറഞ്ഞു നോക്കും. അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ഏതാണ്? എവിടെ? ഒക്കെ തൊട്ടടുത്ത് തന്നെ. ഇതോ കോമ്പോസിറ്റ് ഓർ മിക്സഡ് സപ്ലൈ. എന്താണ് കോമ്പോസിറ്റ് ഓർ മിക്സഡ് സപ്ലൈ? എന്താ? അതെന്താണ്? എന്നാ മതി. തേങ്ങ. കോമ്പോസിറ്റ് ഓർ മിക്സഡ് സപ്ലൈ. കഴിഞ്ഞോ? ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ഹെൽത്ത് സർവീസ്, കോസ്മെറ്റിക് സർജറി, LIC, ഹെൽത്ത് ഇൻഷുറൻസ്,
ലീസ് റെന്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, എയർക്രാഫ്റ്റ് ഓർ വെസൽ. വാടക കൊടുക്കുക. ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൊല്ലത്തിൽ കൂടുതൽ, ഹയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ കുറവ്. ഔട്ട്ഡോർ കാറ്ററിംഗ്, കോസ്മെറ്റിക് സർജറി. അയ്യോ, സോ അടുത്ത 2 ചാപ്റ്ററോട് കൂടി നമ്മൾ GST യോട് വിട പറയും. Membership of club or healthcare, travel benefit. Apparel, apparatus attached.
കഴിഞ്ഞില്ല കട. അറിയില്ല, എഴുതിയോ? എഴുതി കഴിഞ്ഞോ? ലേശം കൂടി ഉണ്ട്. ഇത്തിരി ലേശം, വളരെ ലേശം. ഓക്കെ. എൽപിയോ ലൂയിസ് ഫിലിപ്പ്? ഏത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ. ഞാൻ ഇവിടെ ട്രാവൽ ബെനിഫിറ്റ് ഇല്ലേ, ഈ ട്രാവൽ ബെനിഫിറ്റ് ഒബ്ലിഗേറ്ററി ആണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് ദർ. എന്താ ഒബ്ലിഗേറ്ററി? മീൻസ് മൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് അവർക്കൊരു റിലാക്സേഷൻ ട്രിപ്പ് അല്ലെങ്കിൽ ഇത് കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റ് നിർബന്ധിതമായിട്ട് ഒരു കമ്പനീനെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ, അതായത് ഗവൺമെന്റ് കർശനമായിട്ട് പറയാണ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ കർശനമായിട്ട് പറയാണ് എന്ത്, എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് ട്രിപ്പ് കൊടുക്കണം എന്ന്, ട്രാവൽ ബെനിഫിറ്റ് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അല്ലാത്ത പക്ഷം കിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന്. രണ്ടാമത്തത്, ഗുഡ്സ് സ്റ്റോളനോ ലോസ്റ്റോ. എന്താണിത്? ഗുഡ്സ് ആരെങ്കിലും കട്ടോണ്ട് പോവുകയോ, നമ്മൾ വിൽക്കാൻ വേണ്ടി ഗുഡ്സ് വാങ്ങി, പക്ഷെ ഗുഡ്സ് ആരോ കട്ടോണ്ട് പോവുകയോ അല്ലെങ്കിൽ ഗുഡ്സ് കളഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ഇൻപുട്ട് കിട്ടുവോ? കിട്ടൂലേ? കിട്ടും. കിട്ടൂല. ഓക്കെ. സോ ഗുഡ്സ് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയത് തന്നെയാണ്, പക്ഷെ ഗുഡ്സ് ആരെങ്കിലും കട്ടോണ്ട് പോവുകയോ അല്ലെങ്കിൽ ഗുഡ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഓക്കെ. ഇനി ഗുഡ്സ് നമ്മൾ തന്നെ കൺസ്യൂം ചെയ്താലും നമുക്കതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. സെൽഫ് കൺസംഷൻ, പേഴ്സണൽ കൺസംഷൻ ചെയ്താലും നമുക്കതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ട്രാവൽ ബെനിഫിറ്റ് എഴുതിയിട്ടില്ലത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നാളെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ചാപ്റ്ററിൽ എന്താ? ആർക്കൊക്കെ ഓറിയന്റേഷൻ ഉള്ളത്?